The best player of the year is Luka Modric. വർഷം 1990. ക്രൊയേഷ്യയിൽ സെർബിയൻ പട്ടാളക്കാരുടെ ക്രൂരതകൾ അരങ്ങേറുന്നു. സ്വാതന്ത്ര്യത്തിനായി പോരാടാനിറങ്ങിയ ക്രൊയേഷ്യൻ ജനതയ്ക്ക് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമാവുന്നു. അന്ന് ലൂക്ക മോഡ്രിച്ചിന് 5 വയസ്സ്. പട്ടാളക്കാർക്ക് മുന്നിൽ കീഴടങ്ങാത്തതിനാൽ അവരുടെ തോക്കിനു മുന്നിൽ ജീവൻ വെടിയേണ്ടി വന്ന തൻ്റെ മുത്തശ്ശൻ. ചുറ്റും പർവ്വതങ്ങളാൽ മൂടപ്പെട്ട ആ ഗ്രാമത്തിൽ വെടിയൊച്ചകൾ മാത്രം കേട്ടിരുന്ന ഒരു കാലം. ലൂക്ക മോഡ്രിച്ച് എന്ന ഇതിഹാസം താരം മറക്കാൻ ആഗ്രഹിക്കുന്ന കാലം, തൻ്റെ ബാല്യകാലം. മുത്തശ്ശൻ്റെ മരണത്തോടെ മോഡ്രിച്ചും കുടുംബവും ഗ്രാമം വിട്ട് 40 കിലോമീറ്റർ അകലെയുള്ള സാഡാർ പട്ടണത്തിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനോടുള്ള പ്രണയം ആരംഭിച്ചത്. പുതിയ നാട്ടിൽ കൂട്ടുകാരൊന്നും ഇല്ലാതിരുന്ന മോഡ്രിച്ച് 4 ചുവരുകൾക്കുള്ളിൽ പന്ത് തട്ടി പ്രണയം തീവ്രമാക്കി. അഭയാർത്ഥി ക്യാമ്പിലെ ഹോട്ടലിൽ എന്നും ഒരു പയ്യൻ പന്തു തട്ടുന്നുണ്ടെന്നും ഉറങ്ങുമ്പോൾ പോലും അവൻ്റെ അടുത്ത് ഫുട്ബോൾ ആണെന്നുമുള്ള വാർത്ത ക്രൊയേഷ്യൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ NK സാഡാറിൻ്റെ അന്നത്തെ ടീം കോച്ച് ജോസിഫ് ബജിലോ കേൾക്കുകയും അദ്ദേഹം ആ പയ്യനെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. കുഞ്ഞു മോഡ്രിച്ചിൽ സ്പാർക്ക് കണ്ട ബജിലോ കൂടുതലൊന്നും ആലോചിച്ചില്ല. തൻ്റെ ക്ലബിൻ്റെ സ്കൂളിലേക്ക് ലൂക്ക മോഡ്രിച്ച് എന്ന പയ്യനെ സൈൻ ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ സ്കൂളിലെ ഹീറോ ആവാൻ മോഡ്രിച്ചിനായി. ഇതേ സമയം യുദ്ധം സാഡാർ ഭാഗത്തേക്കും എത്തി. ഓരോ നിമിഷവും പേടിയോടെയും മികച്ച ഫുട്ബോളറാകണമെന്നുള്ള ആഗ്രഹത്തോടെയും അദ്ദേഹം പരിശീലനം തുടർന്നു. 16-ാം വയസ്സിൽ കരിയറിൻ്റെ അടുത്ത സ്റ്റെപ്പായി ഡൈനാമോ സാഗ്രബിലേക്ക് അദ്ദേഹം സൈൻ ചെയ്തു. ആദ്യം 2 വർഷം ലോണിൽ മറ്റു ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാനായിരുന്നു വിധി. 3-ാമത്തെ വർഷം ഡൈനാമോ സാഗ്രബിന് വേണ്ടി ലീഗ് നേടി മോഡ്രിച്ച് തൻ്റെ വരവറിയിച്ചു. തൊട്ടടുത്ത വർഷം വീണ്ടും ലീഗ് നേടുകയും ഒപ്പം ക്രൊയേഷ്യൻ കപ്പും പ്ലെയർ ഓഫ് ദ ഇയറും നേടാനായി. ക്രൊയേഷ്യയിൽ ഒരു പയ്യൻ തീ പാറിക്കുന്നുണ്ടെന്നറിഞ്ഞ യൂറോപ്യൻ ടോപ്പ് ടീമുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഓഫറുകളുമായി വന്നു. അങ്ങനെ ടോട്ടനം ഹോട്ട്സ്പർ 20 മില്യൺ യൂറോയ്ക്ക് ലൂക്ക മോഡ്രിച്ചിനെ സൈൻ ചെയ്തു. പ്രീമിയർ ലീഗിലെ അദ്ദേഹത്തിൻ്റെ തുടക്കം വളരെ മോശമായിരുന്നു. ഇഞ്ചുറിയിൽ വലഞ്ഞ മോഡ്രിച്ചിനെ ഇംഗ്ലീഷ് മീഡിയ ക്രൂശിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം പതുക്കെ പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ആവാൻ തുടങ്ങി. മിഡ്ഫീൽഡിൽ ഏത് റോളും കൃത്യമായി ചെയ്യാൻ കഴിവുള്ള ലൂക്ക ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറിക്കൊണ്ടിരുന്നു. 2010 ഒരു സീരിയസ് ഇഞ്ചുറി വരികയും 4 മാസം പുറത്തിരിക്കേണ്ടി വരികയും ചെയ്തു. ഈ സമയം അദ്ദേഹത്തിന് മറ്റു ക്ലബ്ബുകളുടെ ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിനൊന്നും മോഡ്രിച്ചിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റിയില്ല. തുടർന്നും ടോട്ടൻഹാം തന്നെ തൻ്റെ ഹോമായി സ്വീകരിച്ചു. അവസാനം 2012 ലോകത്തിലെ തന്നെ മികച്ച ക്ലബ്ബുകളിലൊന്ന് തനിക്കായി താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതെ, റയൽ മാഡ്രിഡ്. എങ്ങനെ ആ ഓഫർ നിരസിക്കുക? ടോട്ടൻഹാമുമായുള്ള ബാർഗെയിനിങ് കുറച്ച് കടുപ്പമാണെങ്കിലും അന്നത്തെ റയൽ പ്രസിഡന്റ് പെരസാണെന്ന് ഓർക്കണം. ആ സീസണിൽ തന്നെ റയൽ മോഡ്രിച്ചിനെ ബെർണാബ്യൂവിലെത്തിച്ചു. പെരസിൻ്റെ 2ാം ഗാലക്റ്റിക് ഹൗസിലെ മിഡ്ഫീൽഡ് ഭരിക്കാൻ റയലിനായി ബൂട്ട് കെട്ടി. മിഡിൽ കാഴ്ചവെക്കുന്ന കാംനെസ് ആൻഡ് കൺട്രോൾ മോഡ്രിച്ചിനെ ഒസിലടക്കമുള്ള റയൽ മധ്യനിരയിലെ ഏറ്റവും പ്രധാന താരമാക്കി മാറ്റി. ആൻസലോട്ടിയുടെ വരവോടെ മോഡ്രിച്ച് തൻ്റെ കരിയറിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി. പിന്നീട് സിദാൻ്റെ കീഴിൽ ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് അടക്കം നിരവധി ട്രോഫികൾ നേടി. 2018 ക്രൊയേഷ്യ എന്ന ചെറിയ രാജ്യത്തെ വേൾഡ് കപ്പ് ഫൈനൽ വരെ എത്തിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞു. അതിനാൽ തന്നെ ആ വർഷത്തെ ബാലൻ ഡിയോറും ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡും മോഡ്രിച്ചിനെ തേടിയെത്തി.